എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റുമായി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ, ആപ്ലിക്കേഷനല്ല ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സൈഡിലായിട്ട് എങ്ങനെ ഈ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് നോക്കുന്നതിനായിട്ട് നിങ്ങൾ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ നൽകി അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റോ മറ്റ് കാര്യങ്ങളോ ചെയ്യേണ്ടതില്ല. അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് സാധാരണഗതിയിൽ വരും. ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരു ലിങ്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളിപ്പോൾ ഒരു 100 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു 30ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിന് താഴെയുള്ള 31 തൊട്ട് 100 വരെയുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിച്ച, അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഓപ്ഷനോ അതായത് ആ ഒരു ഓപ്ഷന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളൊന്നും ഡിലീറ്റ് ചെയ്യപ്പെടില്ല. കാരണം ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കുറേ പേർക്ക് കിട്ടും, കുറേ പേർക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടണമെന്നില്ല. അതുപോലെ ട്രയലിൽ കിട്ടാത്തവർക്ക് ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകളെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ, അതായത് ഒന്നാമത്തെ ഓപ്ഷനെ രണ്ടാമത്തേതിനെ മൂന്നാമത്തേതിനെ രണ്ടാമത്, ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനാണ് റീഅറേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ ഓപ്ഷൻ നൽകിയ പേജിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് അടുത്തതായിട്ട് അല്ലെങ്കിൽ അതിനിടയിലായിട്ട് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് ആ ഒരു ഓപ്ഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കോഴ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഓപ്ഷൻ നമ്പർ നൽകി അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഏത് ഓപ്ഷനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവിധ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് അത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ മാറിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന്
വൈകുന്നേരം 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ LBSൻ്റെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഈ ഒരു നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും ഒരുമിച്ചിട്ടാണോ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുമിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിൽ ആർക്കാണോ കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ളത് അവർക്കാണ് അവിടെ അഡ്മിഷനായിട്ട്, അതായത് അലോട്ട്മെൻറ്റിനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ തരാൻ സാധിക്കുക എന്ന് പരിശോധിച്ച് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് നോക്കും. അപ്പോൾ അതിൽ പാരാമെഡിക്കൽ കോഴ്സിനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളതെങ്കിൽ അതിലേക്കായിരിക്കും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിങ്ങിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിലേക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്നത് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ നഴ്സിങ്ങിൻ്റെ കൂടുതൽ കോളേജ് ആഡ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയോടെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് നൽകുക. കാരണം പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുന്ന സമയത്ത് എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വിദ്യാർത്ഥികൾ നൽകുക. അപ്പോൾ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സും നഴ്സിംഗും ഒരുമിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.